മൊത്തം 13 ആൾക്കാരാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നു. വാഹനത്തിലുണ്ടായിരുന്നത്. 13 ആൾക്കാരിൽ 9 ഡെത്ത്, 7 പേര് ലേഡീസാണ്. മരിച്ചവരിൽ 7 പേര്. അവസാനം മരിച്ചത് ആരാണെന്നുള്ളത് അത് കറക്റ്റായിട്ട് അറിയില്ലേക്ക്. ഈ സംഘത്തിൽ 2 കുട്ടികൾ കോയമ്പത്തൂർക്ക് മാറ്റിയിട്ടുണ്ട്. 2 കുട്ടികളുണ്ടായിരുന്നു. കുട്ടികളൊക്കെ ചികിത്സയിലാണ്. അതെ അതെ. ബാക്കിയുള്ളവരെ 3 പേരെ കോയമ്പത്തൂർക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ എത്ര പേരെ ചികിത്സയിലുള്ളത്? ഇവിടെ 5 പേരുണ്ട്. 3 പേര് അങ്ങോട്ട് മാറ്റി, ബാക്കി 2 പേര് ഇവിടെ. അതെ. ഈ 13ാമത്തെ ബെൻഡിൽ നിന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട് വാഹനം മാറുന്നതാണ്. അതെ അതെ. 13 9ാമത് ബെൻഡ്. 9ാമത്തെ ബെൻഡിലേക്ക് മറിഞ്ഞു വീണു. അതെ. 13ാമത്തെ ബെൻഡിൽ നിന്ന് 9ാമത്തെ ബെൻഡിലാണ് പറയുന്നത്. 3 ബെൻഡ് താഴ്ത്തു. 9 പേര്. ആകെ വാഹനത്തിൽ എത്ര പേരുണ്ടായിരുന്നത്? 13 പേര്. 13 പേർ. അപ്പോൾ അതിൽ 9 പേർ ബാക്കി 4 പേരിൽ 4 പേര് ചികിത്സയിലാണ്. അതിൽ 2 പേര് ഇവിടെയും 2 പേര് കോയമ്പത്തൂർ. 3 പേര് കോയമ്പത്തൂർ. ഒരാളല്ല, 2 പേരുണ്ടാവും. 2 പേര്. 3 പേര് കോയമ്പത്തൂർ, ഇവിടെ 2 പേരുണ്ട്. 13 അല്ലേ? ഇവിടെ ഉള്ളത് ഇപ്പോൾ ഒരു ലേഡീസാണ് ട്രീറ്റ്മെന്റ് ഉള്ളത്. ഇപ്പോൾ ഇവിടെയുള്ള ഒരു സ്ത്രീ മാത്രമാണ് ഇവിടെ ട്രീറ്റ്മെന്റ് ഉള്ളിലുള്ളത്. 2 കുട്ടികളും മറ്റൊരു സ്ത്രീയെയും കോയമ്പത്തൂരിലേക്ക് പോയി. പെരിയാള് ജെൻസാണ്. ജെൻസ് ഒരു പയ്യനാണ്. ഒരാള്. എത്ര മണിക്കാർക്ക്? 5 മണിക്കല്ലേ? 5, 5:30 അതിൻ്റെ ഉള്ളിലാണ്. ഇല്ല, അവിടെ നടന്നത്. അപകടം. ഇവിടെ ഒരു 6:30 വന്നു. ഏകദേശം 6, 6:45 ഉള്ളിൽ. അപകട സ്ഥലത്തേക്ക് ഒരുപാട് ദൂരം. 40 കിലോമീറ്റർ ഉണ്ടാവും. 9ാമത് ബെൻഡ് ഉണ്ടല്ലോ. 40. അപ്പോൾ 40 വരും. 68 മൊത്തം. ഇല്ല, എല്ലാവരും വന്നിട്ടിരിക്കുകയാണ് നാട്ടിൽ നിന്ന്. അതെ. അവിടെ നിന്നുള്ള എല്ലാവരെയും ഇവിടേക്ക് എത്തിച്ചു എന്നുള്ളത്? എത്തിച്ചു. ക്ലിയറാണ്. 13 പേരെ വാഹനത്തിലുള്ളത് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? എല്ലാവരും വന്നത് കൺഫേം ചെയ്തു. എത്ര ആൾക്കാരെ വന്നെന്നുള്ളതൊക്കെ കൺഫേം ചെയ്തിട്ടാണ്. ഇല്ല, ഇവിടെ വന്നിട്ടാണ് 2-3 പേര് ഇവിടെ വന്നിട്ടാണ് വെച്ചത്. 13 പേരെ ഉള്ളു വാഹനത്തിൽ എന്നുള്ളത് എങ്ങനെയാണ് കണ്ടത്? അതിപ്പോൾ നാട്ടിൽ നിന്നെല്ലാം ഒക്കെ ന്യൂസൊക്കെ ക്ലിയർ ചെയ്തു.